സർ, ഇപ്പോൾ അങ്ങ് ഈ റവന്യൂ മന്ത്രിയുടെ പ്രതികരണം അങ്ങ് കേട്ടിട്ടുണ്ട്. സാധാരണ ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതാണ്. ഈ ദുരന്തമുണ്ടായതിന് പിന്നാലെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, അത് രാഷ്ട്രീയപരമായ ആരോപണങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. കൃത്യമായ മുന്നറിയിപ്പുണ്ടായില്ല. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച അല്ലെങ്കിൽ അതിതീവ്ര മഴ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഇത്തരം ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മുന്നറിയിപ്പുകൾ നൽകുന്ന രീതി എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാളിച്ച, ഈ മഴ പ്രളയത്തിലേക്ക് പോകുമായിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഴ കൃത്യമായി പ്രവചിക്കുന്നതിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിലെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം IMDയുടെ ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോർകാസ്റ്റാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്. കാര്യം അതൊരു ഓപ്പറേഷണൽ ഇത് എന്നുള്ള രീതിയിൽ IMDയുടെ ഫോർകാസ്റ്റുകളാണ് എടുക്കുന്നത്. IMDക്ക് പല പരിമിതികളുണ്ട്. IMDയുടെ നെറ്റ്വർക്ക് അപ്പുറത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മീസോ നെറ്റ്വർക്കിലുള്ള ഡാറ്റകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പലപ്പോഴും റീജിയണൽ സ്കെയിലിൽ ഒരു ഫോർകാസ്റ്റ് നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ചൂരൽമലയിൽ സംഭവിച്ച നമ്മൾ നോക്കുക. ചൂരൽമലയിൽ നിന്ന് IMD വയനാട് റീജിയണിൽ മഴ പെയ്യും, അത് ശക്തമായ മഴ പെയ്യും എന്ന് പറയുന്ന അല്ലാണ്ട് അത് ഇന്ന സ്ഥലത്ത് ഇത്ര കൃത്യമായിട്ട് പെയ്യുക എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമാണ്. കാര്യം നമ്മൾ ഈ പറയുന്ന മൺസൂൺ എന്ന് പറയുന്നത് ഒരു 10,000 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്ന ഒരു സിനോപ്റ്റിക് സ്കെയിൽ സിസ്റ്റമാണ്. അതൊരു ലാർജർ സ്കെയിൽ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനാണ് അബറേഷൻ വന്നിരിക്കുന്നത്. അത് വിൻഡിൽ വന്നിരിക്കുന്ന ഇറാറ്റിക് ചേഞ്ചസ് ആണ്. വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വിൻഡിൽ വന്നിരിക്കുന്ന ഇറാറ്റിക് ചേഞ്ചസ് ആണ് ഇത്രയും പ്രശ്നമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഗ്ലോബൽ മോഡൽ ഉപയോഗിച്ചാലും ആ ഫോർകാസ്റ്റിൽ റെഗുലർ അപ്ഡേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ഫോർകാസ്റ്റ് എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഗവേഷകർ എന്നുള്ള രീതിയിൽ നമ്മൾ നിരന്തരം ഇത് ഒബ്സർവ് ചെയ്യുന്നതാണ്. പണ്ടൊക്കെ ഒരു ഫോർകാസ്റ്റ് രാവിലെ കൊടുത്തിട്ട് പോയാൽ വൈകുന്നേരത്തേക്ക് അത് മിക്കവാറും അത് വലിയ ചലനങ്ങൾ അതിനകത്തുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരിക്കുന്ന ഹീറ്റിങ് അതിരൂക്ഷമായതുകൊണ്ട് ഈ വിൻഡിൽ വന്നിരിക്കുന്ന ചേഞ്ച് മാസീവാണ്. അപ്പോൾ ഇറാറ്റിക് ആയിട്ടുള്ള വിൻഡ് പലപ്പോഴും ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, ഇന്നലെ നമ്മൾ ഒരു ആക്റ്റീവായിട്ടുള്ള കണ്ടീഷൻ നിന്നു. പെട്ടെന്നാണ് ഇന്നലെ രാത്രിയിൽ തന്നെ വിൻഡിൻ്റെ ഡയറക്ഷൻ മാറിയിരിക്കുന്നത് നമ്മൾ നിരീക്ഷിച്ചിരുന്നു. അപ്പോൾ ഇന്ന് സ്കൈ കുറച്ചുകൂടെ ക്ലിയറായി. അതുമാത്രമല്ല, വെർട്ടിക്കൽ ലെവലിലുള്ള വേരിയേഷൻ, വിൻഡിൻ്റെ വേരിയേഷൻ അത് വളരെ ശക്തമായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നു ചേരുന്ന കോണ്ടിനെൻ്റൽ റീജിയണിൽ നിന്നുള്ള ഡ്രൈ എയർ ഇത് നമ്മുടെ മഴയെ ബാധിക്കുന്നു. അതാണിപ്പോൾ മഴ തടഞ്ഞു നിർത്തുന്ന പലപ്പോഴും മിഡ്-ട്രോപ്പോസ്ഫിയറിക് ലെവലുള്ള ഹീറ്റിംഗാണ്. അപ്പോൾ അങ്ങനെ സാങ്കേതികമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഫോർകാസ്റ്റിംഗ് വളരെ കോംപ്ലക്സ് ഇതിലേക്ക് വന്നിരിക്കുകയാണ്. സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു ഫോർകാസ്റ്റിങ്ങിൻ്റെ ഇത് പറയുന്നത് നമ്മൾ 4 ലെവലിലാണ് പറയുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് ഒരു 24 അവേഴ്സിനുള്ളതാണെങ്കിൽ നൗകാസ്റ്റിംഗ് എന്നും, ഒരു 2 days ഫോർകാസ്റ്റ് ആണെങ്കിൽ ഒരു ഷോർട്ട് റേഞ്ച് ഫോർകാസ്റ്റ് എന്നും, 2 to 10 days ആണെങ്കിൽ മീഡിയം റേഞ്ച് ഫോർകാസ്റ്റും, അതിന് മേളിൽ സീസണൽ ഫോർകാസ്റ്റ്, ലോങ് റേഞ്ച് ഫോർകാസ്റ്റാണ്. പക്ഷേ മൺസൂൺ നമുക്ക് നേരത്തെ തന്നെ ലോങ് റേഞ്ച് ഫോർകാസ്റ്റിലും മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിലുമൊക്കെ ഭംഗിയായിട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ മീഡിയം റേഞ്ചിലൊന്നും നമുക്ക് മൺസൂണിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാര്യം ഇന്ത്യ വളരെ അഡ്വാൻസ്ഡ് ആണ്. സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, മറ്റ് ഗ്ലോബൽ മോഡൽസ് ഉപയോഗിക്കുന്നു, അതിൻ്റെ കോൺസെൻസസ് എടുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എറാറ്റിക് ആയിട്ടുള്ള വിൻഡ് സിസ്റ്റംസ് നമ്മൾ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുകയും നമുക്ക് ഈ ഒരു ഫ്രീക്വൻസിയിൽ നമുക്ക് ഫോർകാസ്റ്റ് പോയിട്ട് നമുക്ക് ആളുകളിലേക്ക് അത് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു 2 days 48 അവേഴ്സിനകത്ത് തന്നെ നടക്കുന്ന ചേഞ്ചാണ് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്നലെ ആക്റ്റീവായിട്ട് നിന്ന സാധനത്തിൻ്റെ ഡയറക്ഷൻ, വിൻഡിൻ്റെ ഡയറക്ഷൻ മാറി. ആ വിൻഡ് ഡയറക്ഷൻ മാറിയപ്പോൾ ഉണ്ടായ വ്യത്യാസം കണ്ടോ? അപ്പോൾ IMDക്ക് ഒരു പരിമിതിയുണ്ട്. ഇങ്ങനത്തെ ഈ ഇറാറ്റിക് ആയിട്ടുള്ള ഒരു വെതർ സിസ്റ്റം നിലനിൽക്കുന്ന സമയത്ത്, ഈ ഇത്രയും വാർമിങ് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഓൾഡ് സ്റ്റൈൽ ഓഫ് ഫോർകാസ്റ്റിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ് നടത്തുകയും ഒരു വിത്തിൻ 2 hours നടക്കുന്ന സംഭവങ്ങളെ നമ്മൾ റെഗുലറായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ അപ്ഡേറ്റ് ചെയ്ത് മീഡിയ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് നമ്മൾ മാറേണ്ടത് അത്യാവശ്യമാണ്. അത് വന്നേ പറ്റൂ. അല്ലാതെ നമ്മൾ രാവിലെ ഓഫീസ് തുറന്ന് ഫോർകാസ്റ്റ് കൊടുത്ത് വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് അറ്റ്മോസ്ഫിയറിൽ മാത്രമല്ല ഓഷനിലും വന്നിരിക്കുന്ന ചേഞ്ചാണ്. പിന്നെ നമ്മൾ ആസ് എ സിറ്റിസൺസ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളിത് അംഗീകരിക്കണം. കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് വന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. പലപ്പോഴും ആളുകളോട് സംസാരിക്കുമ്പം അവരിപ്പോഴും പഴയ ഇടവപ്പാതിയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ ഇടവമാസത്തിലും മിഥുനമാസത്തിലും നമുക്ക് മഴ പെയ്തില്ല. അതായത് നമ്മുടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കണ്ടീഷൻസ് നിലനിൽക്കുന്ന തിരുവാതിര ഞാറ്റുവേല, നമ്മുടെ മലയാള കലണ്ടർ അനുസരിച്ചുള്ള തിരുവാതിര ഞാറ്റുവേല മുഴുവൻ നല്ല വെയിലായിരുന്നു. അപ്പോൾ ആളുകൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്രയും ഈ ആക്റ്റീവായിട്ടുള്ളൊരു കണ്ടീഷനിൽ മൺസൂൺ ഇല്ലാത്ത, നമുക്ക് മഴയില്ലാത്തത് നമ്മൾ ചിന്തിക്കേണ്ട ആളുകളുടെയും ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്.
ഞാനിത് പറയുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഞങ്ങൾക്ക് മഴ കിട്ടുന്നുണ്ടല്ലോ, ഇതൊരു റീജിയണൽ സ്കെയിലിൽ, ഒരു ലോക്കൽ സ്കെയിലിൽ കിട്ടുന്ന മഴയാണത്. നമുക്ക് മൺസൂൺ എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് അതിനൊരു ടെമ്പറൽ ആൻഡ് സ്പേഷ്യൽ എക്സ്റ്റെൻ്റ് ഉണ്ട്. ഇപ്പോൾ IMD തന്നെ നമ്മൾ ആക്ച്വലി ഇത്തവണ മൺസൂൺ ഇപ്പം 35% കുറവ് എന്ന് പറയുന്നു. അതൊരു ആവറേജ് ഇതാണ് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്കിനി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ ആവറേജ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാര്യം റീജിയണൽ സ്കെയിലിൽ തന്നെ ഒരുപാട് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞു, ഒരുപാട് ചേഞ്ച് വന്നു കഴിഞ്ഞു. അപ്പം ആവറേജ് എടുക്കുമ്പോൾ അതിനൊരു ടെമ്പറൽ ആൻഡ് സ്പേഷ്യൽ എക്സ്റ്റെൻ്റ് ഉണ്ട്. ഇത് ഞാൻ സാധാരണക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് 122 ദിവസം കിട്ടേണ്ട സൗത്ത് വെസ്റ്റ് മൺസൂൺ മഴ 210 സെൻറ്റിമീറ്ററാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ ഒരു ആവറേജ് നമുക്ക് ശരാശരി കിട്ടിയെന്ന് പറയാം. അതേസമയം ഈ 210 സെൻറ്റിമീറ്റർ നമുക്ക് 30 ദിവസം കൊണ്ട് കിട്ടിയാൽ നമ്മൾ അതിനെ ഒരു സാധാരണ മഴയായിട്ട് എങ്ങനെയാണ് പറയുന്നത്? അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. IMDക്ക് അതിൻ്റേതായ ഓപ്പറേഷണൽ പ്രോബ്ലംസ്, അതിൻ്റേതായ ഓപ്പറേഷണൽ റെസ്ട്രിക്ഷൻസ് അവർക്ക് ഒരുപാടുണ്ട്. കാര്യം അവരൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഓപ്പറേഷണൽ ഫീൽഡാണ്. പക്ഷേ ആസ് എ റിസർച്ചർ നമുക്ക് കണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞേ പറ്റൂ, ആളുകളിലേക്ക് എത്തിയേ പറ്റൂ. ഒരുപാട് ചേഞ്ച് അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്നു, ഒരുപാട് ചേഞ്ച് കടലിൽ വന്നിരിക്കുന്നു. നമ്മുടെ ക്ലൗഡ് സിസ്റ്റംസ് ഇപ്പം നമുക്ക് ഈ മൺസൂൺ കിട്ടുന്നത് നിംബോസ്ട്രാറ്റസ് ക്ലൗഡിൽ നിന്നാണ്. പരക്കെയുള്ള മേഘങ്ങളാണ്. നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പരക്കെയുള്ള മേഘങ്ങൾ കാണില്ല. ക്യുമുലോ നിംബസ് ക്ലൗഡുകളാണ് കൂടുതൽ കാണുന്നത്. ക്യുമുലോ നിംബസ് ക്ലൗഡുകൾ, അതായത് കൂമ്പാര മേഘങ്ങൾ എന്ന് പറയും മലയാളത്തിൽ പറയുകയാണെങ്കിൽ. ഈ കൂമ്പാര മേഘങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മൺസൂൺ ഫെയിലായി എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. കാര്യം മൺസൂൺ അതിശക്തമായിട്ട് നിൽക്കുന്ന സമയത്ത് കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകാൻ അന്തരീക്ഷം സമ്മതിക്കില്ല. അപ്പോൾ അതിനിടയ്ക്ക് ലൈറ്റ്നിങ്ങോ അല്ലെങ്കിൽ തണ്ടറിൻ്റെ ഒച്ചയോ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടത്. ഇതൊക്കെ സാധാരണ ആളുകൾ മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു. കാര്യം നമ്മൾ വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂണാണ് ഇല്ലാതാകുന്നത്. അപ്പോൾ ആ മൺസൂണിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായിരിക്കും. അതുതന്നെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു കോർഡിനേറ്റഡ് ഒരു എഫേർട്ടായിട്ട് വന്നില്ലെങ്കിൽ നമ്മളിതുപോലെ കംപ്ലൈൻറ്റുകൾ മാത്രമേ നമുക്ക് എപ്പോഴും നിൽക്കുകയുള്ളൂ. ഇത് ഗവൺമെൻറ് തലത്തിൽ മാത്രമല്ല, ലോക്കൽ തലത്തിൽ ഞാൻ അതാണ് പറയുന്നത്. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ ഈ പീസ് അവർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഈ ആളുകളെ ശക്തമായി ബോധവൽക്കരിക്കണ്ടേ. അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഇടുക്കി പോലുള്ള ഒരു സ്ഥലത്ത് 24 മണിക്കൂർ കണ്ടിന്യൂസ് മഴ പെയ്യുന്നു എന്ന് പറയുന്ന അപൂർവമായിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് വരുന്നത്. അങ്ങനെ പെയ്യുന്നുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ അവർ തന്നെ സുരക്ഷയുള്ള ഭാഗങ്ങളിലേക്ക്, ഉയർന്ന ഭാഗങ്ങളിലേക്ക് അവർ തന്നെ മാറി നിൽക്കണം. പിറ്റേ ദിവസം വരുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. രാത്രി കാലങ്ങളിലാണ് പലപ്പോഴും ഉരുൾപൊട്ടൽ ശക്തമാകുന്നത്. നമുക്ക് അന്നേരം ഇത് കിട്ടാൻ വഴിയില്ല, ഒരു തരത്തിലുള്ള ഫോർകാസ്റ്റും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകളും ഇതിലേക്ക് ഒരു ക്ലൈമറ്റ് വാറിയർ എന്നുള്ള രീതിയിൽ അവരും ഇതിലേക്ക് ഇറങ്ങി വരണം. അതല്ലാതെ നമ്മൾ ഗവൺമെൻറ്റിനെ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഗവൺമെൻറ് അതിൻ്റേതായ രീതിയിലുള്ള അവർക്ക് ഒരുപാട് പരിമിതികളും ഒരുപാട് പ്രശ്നങ്ങളും അവർക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മാൻ പവർ ശാസ്ത്രീയമായ രീതിയിൽ അനലൈസ് ചെയ്യുന്നുള്ളൊരു മാൻ പവറും ഒക്കെ വളരെ കുറവാണ്. ഇപ്പോൾ KSDB ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നമുക്കറിയാം, വളരെ കുറച്ച് ആളുകളാണ് എർത്ത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുന്നത്. അപ്പോൾ ബേസിക്കലി ഇങ്ങനൊരു വിഷയം തന്നെ, മീറ്ററോളജി എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ കേരളത്തിൽ പഠിക്കുന്നുണ്ട് എന്നുള്ള ആളുകൾക്ക് ഇവിടെ അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ബോധവൽക്കരണം എല്ലാ തലത്തിലും ആവശ്യമുണ്ട്. അതുമാത്രമല്ല, നമ്മളിത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി നമ്മൾ മുമ്പോട്ട് നീങ്ങുന്ന അതിശക്തമായ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളം നിൽക്കുന്നത് ഇപ്പോൾ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ അറ്റത്താണ്. ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കാര്യം നമ്മൾ ഇന്ത്യൻ ഓഷ്യനിലേക്കും അറേബ്യൻ സീയിലേക്കും ചാഞ്ഞ് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. മാത്രമല്ല ഇത് കടലിൽ നിന്ന് പൊങ്ങി വന്നിരിക്കുന്ന ഒരു പ്രദേശമാണ്. വെറ്റ്ലാൻഡാണ്, ബേസിക്കലി വെറ്റ്ലാൻഡാണ്. ഇത്ര ഇൻക്ലിനേഷൻ നിൽക്കുന്നു. 80 ഡാമുകൾ, 40 നദികൾ, ഇതെല്ലാം വളരെ ഫാസ്റ്റായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന നദികളാണ്. തമിഴ്നാട് പോലല്ല. ഇങ്ങനെയൊക്കെ നിൽക്കുന്നിടത്ത് ആകാശത്തും ഇതുപോലെ അതിതീവ്ര മഴകൾ മാത്രം വരുന്ന ഒരു സന്ദർഭവും